എഡ്യൂകേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. രാജ്യത്ത് ആദ്യമായി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കൃത്യമായ ചികിത്സാ മാർഗരേഖ SOP തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. കേരളമാണ് രാജ്യത്ത് ആദ്യമായി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കൃത്യമായ ചികിത്സാ മാർഗരേഖ SOP തയ്യാറാക്കിയ സംസ്ഥാനം. മിസോറാമിലെ ആദ്യത്തെ ബ്രോഡ് ഗേജ് റെയിൽവേ ലൈൻ ബൈറാബി ടു സൈറാങ് റെയിൽവേ ലൈനാണ് മിസോറാമിലെ ആദ്യത്തെ ബ്രോഡ് ഗേജ് റെയിൽവേ ലൈൻ. 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 48 കിലോഗ്രാം വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് മീനാക്ഷി ഹൂഡയാണ് 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 48 കിലോഗ്രാം വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള PV നരസിംഹറാവു മെമ്മോറിയൽ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗ്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനാണ് 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള PV നരസിംഹറാവു മെമ്മോറിയൽ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത്. യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം വർക്കലക്കുന്നുകൾ. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലക്കുന്നുകളാണ് യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം. പൂർണ്ണമായും സെറാമിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ തീം പാർക്ക് അനോഖി ദുനിയ. ഉത്തർപ്രദേശിലെ ഖുർജയിലുള്ള അനോഖി ദുനിയ എന്ന തീം പാർക്കാണ് പൂർണ്ണമായും സെറാമിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ തീം പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തുള്ള കൈലാസഗിരിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത്. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിച്ച 5ാമത് ലോക തേക്ക് കോൺഫറൻസ് നടന്നത് കൊച്ചി. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിച്ച 5ാമത് ലോക തേക്ക് കോൺഫറൻസ് വേൾഡ് ടീക്ക് കോൺഫറൻസ് 2025 നടന്നത് കൊച്ചിയിലാണ്. കേരള സാമൂഹിക നീതി വകുപ്പ് മുതിർന്ന പൗരന്മാരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഒറ്റപ്പെടൽ അകറ്റാനും ആരംഭിച്ച ഒരു ടെലി കൗൺസിൽ പദ്ധതി സല്ലാപം. കേരള സാമൂഹിക നീതി വകുപ്പ് മുതിർന്ന പൗരന്മാരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഒറ്റപ്പെടൽ അകറ്റാനും ആരംഭിച്ച ഒരു ടെലി കൗൺസിൽ പദ്ധതിയാണ് സല്ലാപം പദ്ധതി. എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും വിവിധ ഇൻഷുറൻസ് പോളിസികൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്ന പദ്ധതി ബീമാ സുഖം എന്ന പദ്ധതിയാണ്. എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും വിവിധ ഇൻഷുറൻസ് പോളിസികൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്ന പദ്ധതി. വനിതകൾക്ക് ആയുർവേദത്തിൽ അധിഷ്ഠിതമായ ഗർഭകാല പ്രസവാനന്തര ശുശ്രൂഷയിൽ പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതി സൂതികാമിത്രം. വനിതകൾക്ക് ആയുർവേദത്തിൽ അധിഷ്ഠിതമായ ഗർഭകാല പ്രസവാനന്തര ശുശ്രൂഷയിൽ പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതിയാണ് സൂതികാമിത്രം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം EVM-ന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ 2025 തീരുമാനമെടുത്ത സംസ്ഥാനം കർണാടക. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ 2025 തീരുമാനമെടുത്തത് കർണാടക സംസ്ഥാനമാണ്. 2025 ഫോബ്സ് റിയൽ ടൈം ശതകോടീശ്വര പട്ടിക പ്രകാരം ലോകത്തെ ഏറ്റവും സമ്പന്നനായ മലയാളി MA യൂസഫ് അലി. ലുലു ഗ്രൂപ്പ് ചെയർമാനായ MA യൂസഫ് അലിയാണ് 2025 ഫോബ്സ് റിയൽ ടൈം ശതകോടീശ്വര പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മലയാളി.
US-ഉം ചൈനയും ഏത് സാമൂഹിക മാധ്യമവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാനാണ് കരാറിൽ ഏർപ്പെട്ടത്? ടിക്ടോക്ക്. US-ഉം ചൈനയും ടിക്ടോക്ക് എന്ന സാമൂഹിക മാധ്യമവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാനാണ് കരാറിൽ ഏർപ്പെട്ടത്. ചൈനയിൽ നടന്ന സ്പീഡ് സ്കേറ്റിംഗ് ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായത് ആനന്ദ് കുമാർ വേൽകുമാർ. ചൈനയിൽ നടന്ന സ്പീഡ് സ്കേറ്റിംഗ് ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആനന്ദ് കുമാർ വേൽകുമാർ. രാജ്യത്തെ ആദ്യത്തെ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് ലോഥൽ, ഗുജറാത്തിലെ ലോഥലിലാണ് രാജ്യത്തെ ആദ്യത്തെ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിലവിൽ വരുന്നത്. അഫ്ലാടോക്സിൻ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ഇന്ത്യയിൽ നിന്നുള്ള നിലക്കടല ഇറക്കുമതി നിർത്തിവെച്ച രാജ്യം ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് അഫ്ലാടോക്സിൻ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ഇന്ത്യയിൽ നിന്നുള്ള നിലക്കടല ഇറക്കുമതി നിർത്തിവെച്ചത്. ജപ്പാനിലെ ടോക്കിയോയിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 400 മീറ്ററിൽ പുതിയ ചാമ്പ്യൻഷിപ്പ് റെക്കോർഡോടെ സ്വർണം നേടിയ അമേരിക്കൻ താരം സിഡ്നി മക്ലാഫ്ലിൻ ലെബ്രോൺ. സിഡ്നി മക്ലാഫ്ലിൻ ലെബ്രോൺ ആണ് ജപ്പാനിലെ ടോക്കിയോയിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 400 മീറ്ററിൽ പുതിയ ചാമ്പ്യൻഷിപ്പ് റെക്കോർഡോടെ സ്വർണം നേടിയ അമേരിക്കൻ താരം. മാധവിക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ ആശ കെ. മാധവിക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ ആശ കെ ആണ്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ 2025 അമൃത കീർത്തി പുരസ്കാരം ലഭിച്ച പ്രശസ്ത നോവലിസ്റ്റും കഥാകാരനും പ്രഭാഷകനുമായ വ്യക്തി PR നാഥൻ. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ 2025 അമൃത കീർത്തി പുരസ്കാരം ലഭിച്ച പ്രശസ്ത നോവലിസ്റ്റും കഥാകാരനും പ്രഭാഷകനുമായ വ്യക്തിയാണ് PR നാഥൻ. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാൽ. മോഹൻലാലിനാണ് 2023 ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചത് ശാസ്താംകോട്ട, കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ ഫാമിലി കോർട്ട്, ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യ ബ്രിക്സ് യുവജനോത്സവം നടന്നത് റഷ്യയിലാണ് ആദ്യത്തെ ബ്രിക്സ് യൂത്ത് ഫെസ്റ്റിവൽ, ബ്രിക്സ് യുവജനോത്സവം നടന്നത്. കടൽക്ഷോഭവും വേലിയേറ്റവും കാരണം വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി കേരള ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി പുനർഗേഹം. കടൽക്ഷോഭവും വേലിയേറ്റവും കാരണം വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി കേരള ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ പ്രശസ്ത ചലച്ചിത്ര താരം രാം ചരൺ. ഇന്ത്യയിലെ ആദ്യത്തെ APL ആർച്ചറി പ്രീമിയർ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് പ്രശസ്ത ചലച്ചിത്ര താരമായ രാം ചരണാണ്. ഇന്റർനാഷണൽ വാട്ടർ പ്രൈസ് ലഭിച്ച പുണെ സ്വദേശിയായ ആദ്യ ഇന്ത്യക്കാരൻ ഡോക്ടർ ഹിമാൻഷു കുൽക്കർണി. ഡോക്ടർ ഹിമാൻഷു കുൽക്കർണിയാണ് ഇന്റർനാഷണൽ വാട്ടർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശിശു മരണനിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണനിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. നികുതി വെട്ടിപ്പും നിയമവിരുദ്ധ വാഹന ഇറക്കുമതിയും തടയുന്നതിനായി കസ്റ്റംസ് വിഭാഗം നടത്തിയ സുപ്രധാനമായ തിരച്ചിൽ ഓപ്പറേഷൻ നുംഖോർ. ഓപ്പറേഷൻ നുംഖോറാണ് നികുതി വെട്ടിപ്പും നിയമവിരുദ്ധ വാഹന ഇറക്കുമതിയും തടയാനായി കസ്റ്റംസ് വിഭാഗം നടത്തിയ സുപ്രധാനമായ തിരച്ചിൽ. കലാസാഹിത്യ രംഗത്തെ മികവിന്
തമിഴ്നാട് സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയായ കലൈമാമണി പുരസ്കാരം ലഭിച്ച പിന്നണി ഗായിക ശ്വേതാ മോഹൻ. 2023 പുരസ്കാരമാണ് ലഭിച്ചത്. ശ്വേതാ മോഹനാണ് കലാസാഹിത്യ രംഗത്തെ മികവിന് തമിഴ്നാട് സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയായ കലൈമാമണി പുരസ്കാരം ലഭിച്ച പിന്നണി ഗായിക. സംഗീതരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം 2025 ലഭിച്ച പ്രശസ്ത ഗായകൻ KJ യേശുദാസ്. KJ യേശുദാസ് ആണ് സംഗീതരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം 2025 ലഭിച്ച പ്രശസ്ത ഗായകൻ. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് അമേരിക്ക. USA ആണ് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത്. വിദേശത്തുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ്, ഓവർസീസ് ഡിഫൻസ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് നിലവിൽ വന്ന വടക്കേ ആഫ്രിക്കൻ രാജ്യം മൊറോക്കോ. വിദേശത്തുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് നിലവിൽ വന്ന വടക്കേ ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ. കുട്ടികളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും ഇന്റർനെറ്റിന്റെയും അമിത ആസക്തി കുറയ്ക്കുന്നതിനും സുരക്ഷിതമായ ഡിജിറ്റൽ സംസ്കാരം വളർത്തുന്നതിനുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി DDAD, ഡിജിറ്റൽ ഡി അഡിക്ഷൻ. DDAD എന്ന പദ്ധതിയാണ് കുട്ടികളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും ഇന്റർനെറ്റിന്റെയും അമിത ആസക്തി കുറയ്ക്കുന്നതിനും സുരക്ഷിതമായ ഡിജിറ്റൽ സംസ്കാരം വളർത്തുന്നതിനുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹി ബൻസ്വാര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ട സംസ്ഥാനം രാജസ്ഥാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹി ബൻസ്വാര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ടത് രാജസ്ഥാനിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനമായി മാറിയത് തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ TGSRTC. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI സാങ്കേതികവിദ്യ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനമായി മാറിയത് TGSRTC, തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ്. 7 വർഷം പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ABPMJAY. 7 വർഷം പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. 2025 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ബലോൺ ഡി ഓർ പുരസ്കാരം ലഭിച്ച ഫ്രഞ്ച് താരം ഓസ്മാൻ ഡെംബലെയാണ് 2025 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ബലോൺ ഡി ഓർ പുരസ്കാരം ലഭിച്ച ഫ്രഞ്ച് താരം. 2025 മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ബലോൺ ഡി ഓർ പുരസ്കാരം ലഭിച്ച സ്പാനിഷ് താരം ഐതാന ബോൺമാറ്റിയാണ് 2025 മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ബലോൺ ഡി ഓർ പുരസ്കാരം ലഭിച്ച സ്പാനിഷ് താരം. ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ഇടം പിടിച്ച ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന നോവൽ എഴുതിയത് കിരൺ ദേശായി. ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ഇടം പിടിച്ച ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന നോവൽ എഴുതിയത് കിരൺ ദേശായിയാണ്. 2025 64ാമത് സുബ്രതോ കപ്പ് ജൂനിയർ ബോയ്സ് അണ്ടർ-17 അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായത് കേരളത്തെ പ്രതിനിധീകരിച്ച ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട്ടെ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളാണ് 2025 64ാമത് സുബ്രതോ കപ്പ് ജൂനിയർ ബോയ്സ് അണ്ടർ-17 അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായത്. 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ നഗരമാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്. വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി K-വിസ എന്ന പുതിയ വിസ വിഭാഗം ആരംഭിച്ച രാജ്യം ചൈനയാണ്
വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പുതിയ വിസ വിഭാഗം ആരംഭിച്ച രാജ്യം? ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പ് സഹമിത്ര. സഹമിത്ര എന്ന മൊബൈൽ ആപ്പാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പ്. കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികളുടെ പുനരധിവാസത്തിനും അവർക്ക് മാനസികവും സാമൂഹികവുമായ പിന്തുണ നൽകുന്നതിനുമായി കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി കാവൽ. കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികളുടെ പുനരധിവാസത്തിനും അവർക്ക് മാനസികവും സാമൂഹികവുമായ പിന്തുണ നൽകുന്നതിനുമായി കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാവൽ. 2025 കേരള സർക്കാരിന്റെ വയോസേവന അവാർഡുകളിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചത് ഷീല PK മേദിനി. ഗായികയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ PK മേദിനി, ചലച്ചിത്ര നടി ഷീല എന്നിവർക്കാണ് 2025 കേരള സർക്കാരിന്റെ വയോസേവന അവാർഡുകളിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചത്. 2025 ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ പ്രമേയം വിനോദസഞ്ചാരവും സുസ്ഥിര പരിവർത്തനവും, ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ. വിനോദസഞ്ചാരവും സുസ്ഥിര പരിവർത്തനവും എന്നതാണ് 2025 ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ പ്രമേയം. BCCIയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് മിഥുൻ മൻഹാസ്. മിഥുൻ മൻഹാസിനെയാണ് BCCIയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. യുനെസ്കോയുടെ മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാമിന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിമാചൽ പ്രദേശിലെ താഴ്വര സ്പിതി വാലി. യുനെസ്കോയുടെ മാൻ ആൻഡ് ദി ബയോസ്ഫിയർ MAB പ്രോഗ്രാമിന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിമാചൽ പ്രദേശിലെ താഴ്വരയാണ് സ്പിതി വാലി. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്യൂഗോങ് കൺസർവേഷൻ റിസർവ് പാക് ബേ. തമിഴ്നാട്ടിലെ പാക് ബേ കൺസർവേഷൻ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്യൂഗോങ് കൺസർവേഷൻ റിസർവ്. കേരള വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പിലാക്കിയ പദ്ധതി ഓപ്പറേഷൻ വനരക്ഷ. കേരള വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ വനരക്ഷ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.